ഇപ്പോൾ കാണാൻ പറ്റും പലയിടങ്ങളിലായിട്ട് ക്യൂ ചെറുതായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. കാരണം 2 മണിക്കൂറിന് ശേഷമേ ഇനി തുറക്കുകയുള്ളൂ. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് പറയുന്നത് ദൂരെ നിന്നിട്ട് ക്യൂവിലല്ല, പക്ഷെ അല്ലാണ്ട് അമ്മയെ തൊഴുന്നവരാണ്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? കാഞ്ഞംകുളം. എല്ലാ വർഷവും വരാറുണ്ടല്ലേ? എത്ര വർഷമായി വരുന്നേ? അതെയോ? ആണല്ലേ? ഇപ്പോഴും ആ കണ്ണ് നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? അമ്മയെ കാണുമ്പോൾ കണ്ണ് നിറയും. അതെ, ഞാനും വന്നിട്ട് പോയി അമ്മയെ കണ്ടിട്ട് പോയത്. ആഹാ, അടുത്ത് നിന്ന് തൊഴുതായിരുന്നോ വന്നിട്ട്? അതെ അല്ലേ? തിരക്കില്ലായിരുന്നു. നല്ലോണം അമ്മയെ കാണാനും പ്രാർത്ഥിക്കാനും നമ്മളെ സങ്കടം പറയാനും എല്ലാം നമുക്ക് വലിയ ആശ്വാസമാണല്ലേ ഈ നടയിലെത്തുമ്പോൾ. നമുക്കൊരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് പ്രജീഷ്. ഓരോരുത്തർക്കും അമ്മയടുത്ത് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ അതെ, അതിവൈകാരികമായിട്ടാണ് ഇവരെല്ലാവരും ഈ സന്നിധിയിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. അവർക്ക് ഒരു നോക്ക് കാണുമ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്രമാത്രം അവർക്കൊരു ആത്മബന്ധമാണ് ആറ്റുകാൽ അമ്മയോടുള്ളത്. എല്ലാ വർഷവും എരിഞ്ഞടങ്ങുന്നത് അവരുടെ എല്ലാ ദുഃഖങ്ങളും കൂടിയാണ്. അങ്ങനെ ആ ദുഃഖങ്ങളെല്ലാം അകറ്റി തങ്ങൾക്ക് സർവൈശ്വര്യം നൽകണമേ, എല്ലാവർക്കും സർവൈശ്വര്യം നൽകണമേ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നാളെ അനന്തപുരിയിൽ നിന്നും ഓരോ മനുഷ്യരും പൊങ്കാല അർപ്പിച്ചതിന് ശേഷം മടങ്ങുന്നത്. തീർച്ചയായിട്ടും ആ യാഗശാലയിൽ ആ ചൂടൊന്നും ഈ ഭക്തർക്ക് ഒരു പ്രശ്നവും അല്ലാത്തതിന്റെ കാരണവും അത് തന്നെയാണ്. കാരണം അത്രമാത്രം അവരുടെ ഉള്ളിലുള്ള വിഷമങ്ങളായിക്കോട്ടെ, ആഗ്രഹങ്ങളായിക്കോട്ടെ, അതൊക്കെയാണ് പൂജ ആ തീയിൽ ആ ജ്വലിക്കുന്ന തീയെ ഒരു പക്ഷേ പ്രതിനിധീകരിക്കുന്നത്. അത്രമാത്രം അവർ